വിശദമായ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നിബന്ധനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാന്റായി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യസഭയിലാണ് കേന്ദ്ര തുറമുഖ മന്ത്രിയുടെ മറുപടി. വിശദാംശങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്? തീർച്ചയായും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്ന വായ്പയായാണ് നൽകിയിരിക്കുന്നത്. അത് ഗ്രാന്റായി അനുവദിക്കണമെന്നുള്ളതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ കത്തടക്കം ഇപ്പോൾ തള്ളുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നിബന്ധനകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം. മാത്രമല്ല 2034 മുതൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുമാനത്തിൽ നിന്ന് വരുമാന വിഹിതം, അത് 20% വരുമാന വിഹിതം കേന്ദ്ര സർക്കാരിന് നൽകണം എന്നുള്ള നിബന്ധനയും അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഒരു തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ട് തിരിച്ചടയ്ക്കണമെന്നുള്ള നിലപാട് പിൻവലിക്കണമെന്നുള്ളതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. തൂത്തുക്കുടി തുറമുഖത്തിന്റെ മാതൃകയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അത് ഗ്രാന്റായി അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ മറുപടി. ആന്റണി, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വ്യവസായത്തിനും വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മേൽ ഇത്രയധികം ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്ന തരത്തിലൊക്കെ കേരളം പ്രതികരിച്ചിരുന്നു. ഇനി എങ്ങനെയൊക്കെയാവും നീക്കങ്ങൾ? നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വയബിലിറ്റി ഫണ്ട് അത് വായ്പയായി തന്നെയാണ് അത് തിരിച്ചടയ്ക്കണം. മാത്രമല്ല 2034 മുതൽ ഈ തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം 20% വരുമാന വിഹിതം അത് കേന്ദ്ര സർക്കാരിന് നൽകണം എന്നുള്ള നിബന്ധന തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ കത്തടക്കം പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിൽ ഇത്തരമൊരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കരാർ പ്രകാരം ഈ വയബിലിറ്റി ഫണ്ട് ആ ഒരു നിബന്ധന ഉണ്ട്. അത് 2034 മുതൽ ഈ വിഹിതം നൽകണമെന്നടക്കം കരാറിലുള്ളതാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി, ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അതായത് VGF ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അതിനൊരു നിബന്ധന ഉണ്ടായിരുന്നു. ഈ ഗ്രാൻഡായിട്ടാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. വായ്പ എന്നുള്ളൊരു കാര്യം ഈ നിബന്ധനയിൽ പറയുന്നില്ല എന്ന് കേരള സർക്കാർ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയായാലും ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡായി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യസഭയിലാണ് കേന്ദ്ര തുറമുഖ മന്ത്രിയുടെ മറുപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ച് ഇനി എന്തായിരിക്കും കേന്ദ്രത്തിന്റെ മറ്റു നടപടികൾ, അതുപോലെ സംസ്ഥാന സർക്കാർ ഏത് രീതിയിലായിരിക്കും ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത മണിക്കൂറുകളിൽ അറിയാം എന്ന് വിശ്വസിക്കുന്നു. ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.